ടോക്സിക് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ റിയാക്ഷനായിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ റിയാക്ഷനിലോട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടോക്സിക് എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ റിയാക്ഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മലയാളം ട്രെയിലറാണ് ഞാൻ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇന്നലെയാണ് ട്രെയിലർ വന്നത്. അപ്പം 4 മിനിറ്റ് 39 സെക്കൻഡുമാണുള്ള ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. അത് തന്നെ നല്ലൊരു വലിപ്പമാണ്. അപ്പം നമുക്ക് എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. കാരണം ഇത് ടോക്സിക് ആരെന്നറിയാം, യശാണ്. ഗീതു മോഹൻദാസാണ് ഇതിൻ്റെ ഡയറക്ടർ. കുറേ നടിമാരുണ്ട്. ഉമാ ഖുറൈഷി, കിയാറ അദ്വാനി, പിന്നെ നയൻതാര, അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുകളുണ്ട്. പിന്നെ കെവിൻ പ്രൊഡക്ഷനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. അപ്പം ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കി നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പം നേരെ നമുക്ക് ട്രെയിലർ റിയാക്ഷനിലോട്ട് പോവാം. ഓക്കെ, മലയാളം കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട്, കാര്യങ്ങളുണ്ട്, അടിപൊളിയാണോ അല്ലയോ. ടീസർ ഞെട്ടിച്ചതാണ്. നോക്കാം. എന്ത് വന്നാലും ഒരു ആഡുണ്ട്, അതൊരു വല്ലാത്തൊരു വിഷയമാണ്. ബാക്കി നമുക്ക് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, തുടങ്ങി. യൂസ് ഹെഡ്ഫോൺ ഫോർ എ ബെറ്റർ എക്സ്പീരിയൻസ്. KVN പ്രൊഡക്ഷൻ, മോസ്റ്റർ മൈൻഡ് ക്രിയേഷൻ, യഷിൻ്റെ, പിന്നെ അസോസിയേഷൻ. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. സിനിമാറ്റോഗ്രാഫി ജോക്കർ പോലെ ചെയ്തു. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. നയൻതാര ഈ സിറ്റി മുഴുവനും നീ ഭരിക്കണം. ഒരു രക്ഷയില്ല. മോനെ എന്റെ ഫാമിലിയുടെ മേൽ കൈവച്ചല്ലേ. തന്റെ അവസാന ആഗ്രഹം എന്താ? ഒരുപാടൊന്നുമില്ല. നിന്റെ അനിയനെ കത്തിച്ചിട്ട് ആ ചാരം കൊണ്ടൊരു ലൈനിട്ട് ഒന്ന് പറക്കണം എനിക്ക്. എന്താ നടക്കൂ? ഭഗവാനെ, ഏതാണല്ലോ. അയാളുടെ സ്നേഹം തനിക്ക് മാത്രം സ്വന്തമാണെന്ന് ഓരോ പെൺകുട്ടിയും കരുതി. എന്നാൽ അയാളുടെ ഹൃദയം അതിരുകളില്ലാത്ത ആകാശം പോലെ സ്വതന്ത്രമായിരുന്നു. ഒന്നിന് അലങ്കാരമാണ് അഴക്. ആ അഴകിനെ ഇങ്ങനെ ആയുധമാക്കിയ മോനെ എങ്ങനെ അഴക്. ഒരു രക്ഷയില്ല. Who the hell are you? Aries regular. Who the hell are you? I'm a sperm. This was supposed to be my fucking fairy tale. ഭഗവാൻ. I was hoping to have a civilized conversation. Do I look civilized to you? കേട്ടോ. Hello, Daddy. കത്തിച്ച് തീ വേറെ ലുക്ക്. മോനെ സമാധാനത്തിലൂടെ ശരിയാക്കാമെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട്
അവസാനിക്കാന്ന് തനിക്ക് തന്നെ അറിയാലോ. It's time. I'm coming. This August. Be ready to battle chaos with chaos. എന്റെ മോശം മരങ്ങളെല്ലാം വായിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിക്കാനുള്ള ബാസ്റ്റഡാണെന്ന്. ഓരോ തീരുമാനത്തിനും തക്കതായ വില നീ കൊടുത്തേ പറ്റൂ. എന്റെ മോനെ ഇത് ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. ഗീതു മോഹൻദാസ് ഫ്രെയിമേ മോനെ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ-അപ്സ്. ഓ ഇൻടോക്സിക്കേറ്റിംഗ് ദ വേൾഡ് ഓൺ 26. മോനെ ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട്. ട്രെയിലറിനെ പറ്റി എന്താ പറയാൻ, അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല ട്രെയിലർ. അമ്പോ തകർത്ത് നിന്നാണെങ്കിൽ പറയാം, കൈ വെച്ച് പോയി. ട്രെയിലർ ഒരു രക്ഷയില്ല. സീൻ സാധനം വേറെ ലെവല് സാധനം. ഓരോ ഫ്രെയിമും, സിനിമറ്റോഗ്രഫി, VFX എല്ലാം പക്കയായിട്ട് ചെയ്തു വെച്ചിരിക്കും. ഗീതു മോഹൻദാസാണ് ഇത് എടുത്തു വെച്ചതെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അത്ര അടിപൊളി സാധനം, വേറെ പീക്ക് ലെവല് സാധനം. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ BGM, അത് ഒരു രക്ഷയില്ല. അതാരാണ് BGM ആരാണെന്ന് ഒരു പിടുത്തവും ഇല്ല. അത് കാരണം ഒന്നും നോക്കട്ടെ, കാരണം ഇതിൻ്റെ മ്യൂസിക് ഞാനങ്ങ് വിട്ടുപോയി, മറന്നുപോയി. മ്യൂസിക് വിശാൽ മിശ്ര, രവി ബസൂർ ഊട്ട്. മോനെ ഇത് പൊളിക്കും. ഫഹിമുള്ള എല്ലാവരും ഉണ്ട്. രവി ബസൂറാണ് മെയിൻ. ഇത് പൊളിക്കും. രവി ബസൂറിൻ്റെ ആ ഒരു ഐറ്റം കാണുന്നുണ്ട് അതിൽ, ഒരു രക്ഷയില്ല. ബാക്കി നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്ന ഒരു അടിപൊളി അടാർ ഐറ്റം തന്നെ ആയിരിക്കും ഇത്. കാരണം അമ്മാതിരി രീതി ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ ആൾക്കാർ. ഇതിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ റോളുള്ളത് കിയാറയ്ക്കാണ്. കിയാറ തകർത്ത് വെച്ചിട്ടിരിക്കുകയാണ്, അത്ര അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. പിന്നെ നയൻതാരയ്ക്ക് ഒരു ലിമിറ്റഡ് റോളുണ്ട്. ബാക്കിയൊക്കെ എല്ലാവർക്കും കാണിച്ച് എല്ലാവരെയും തകർത്ത് കാണിച്ചിട്ടുണ്ട്. 4.5 മിനിറ്റ് ഇപ്പോൾ പോയത് അറിഞ്ഞു പോലുമില്ല. അത്ര അടിപൊളി കട്ടിങ്ങും. പിന്നെ എനിക്ക് തോന്നുന്നു മകൻ അങ്ങനെ അല്ല അച്ഛൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ കാണണം. കാരണം അങ്ങനെയാണ് ലാസ്റ്റ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഫൈറ്റ് ലാസ്റ്റ് എത്താറായപ്പോൾ ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല ഈ സാധനം. ബാക്കി ഇനിയിപ്പം വലിയ ദിവസങ്ങളില്ല, 2 ആഴ്ചക്കുള്ളിൽ സിനിമ 26-ാം തീയതിയാണ് ഇറങ്ങുന്നത്, ഓഗസ്റ്റ്. അപ്പോൾ അത് കണ്ടിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത അഭിപ്രായങ്ങൾ പറയാം. വേറെ ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ചിരിയാണെങ്കിലും ഓരോ കാര്യങ്ങളാണെങ്കിലും എല്ലാവരും തകർത്തിട്ടുണ്ട്. യഷിൻ്റെ അഭിനയം വേറെ ലെവല്. ബാക്കി ഇനി നമുക്ക് കട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറ്റും. ട്രെയിലർ ടോപ്പ് ലെവൽ തന്നെ, അതിനൊന്നും പറയാനില്ല. അത്രയും തകർത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എടുത്തു പറയാനുള്ള അഭിനയം, യഷിൻ്റെ ആ ഒരു മേക്ക് ഓവർ ഒരു രക്ഷയില്ലാത്ത മേക്ക് ഓവറായിപ്പോയി. പെട്ടെന്ന് ആ ഒരു താടി വെച്ച ലുക്കിൽ നിന്ന് നമുക്ക് മാറി കണ്ടു. വൻ മേക്ക് ഓവർ. എത്ര പ്രായം കുറഞ്ഞടാ, ഒന്നും പറയാനില്ല. അത് കണ്ട് ഞെട്ടിപ്പോയി. ബാക്കി ഇനിയിപ്പോൾ കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും. തിയേറ്ററിൽ എന്തായാലും 26-ന് വരുന്നുണ്ട്. എല്ലാം കൊണ്ട് മികച്ച ലുക്ക്, മികച്ച ഫൈറ്റ്, ഓരോ ചെയ്തു വെച്ചിരുന്ന രീതി അത് പക്കയാണ്. ബാക്കി നോക്കാം നമുക്കിനി. തിയേറ്ററിൽ എന്തായാലും ഒരു ടിക്കറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അമ്മാതിരി രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി അടാർ ഐറ്റം നമുക്ക് ഈ ഓഗസ്റ്റിൽ കിട്ടും, ഓണത്തിന്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കും, അത്രേ പറയാനുള്ളൂ. നല്ല രീതിയിൽ വർക്കാവും എന്നാണ് തോന്നുന്നത്. ബാക്കി ഇനി പടം കൂടെ ഹിറ്റായത് KGF-നെ മുകളിലിരിക്കും.
അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.